നൗഷാദിൽ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുതൽ വോട്ടർ മെഷീനെതിരായ ആരോപണങ്ങൾ അത് നിരന്തരം തുടരുക. അത് പക്ഷേ കോൺഗ്രസ് ജയിക്കുമ്പോൾ അത്തരം ആരോപണങ്ങൾ ഇല്ലാതിരിക്കുക. അവസാനം കോടതി പോലും നിശ്ചിതമായ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർത്തുന്ന ഘട്ടം വന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിശ്വാസ്യത ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിൽ ഇങ്ങനെ നിരന്തരം തുടരുക എന്നതിൽ കവിഞ്ഞ് ഇത് കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളുണ്ടോ ഇതിൽ എന്ന് സംശയം തോന്നക്കത്ത വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പലതവണ ഇക്കാര്യത്തിൽ അവരുടേതായ വിശദീകരണങ്ങൾ നൽകി രാഹുൽ ഗാന്ധി, പക്ഷേ അത് തുടരുകയാണ്. ഇത് ഒരു വിശ്വാസ്യത കുറവുണ്ടോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഈ കണക്കുകളിൽ അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ എത്രത്തോളം നിൽക്കും? ദിവിഷ്മണി, ഇവിടെ വളരെ ലളിത യുക്തി, ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാകാവുന്ന ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, 2019 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8.98 crores ആണ് വോട്ടർമാരുടെ എണ്ണം. അത് 2024 മെയ് മാസം ആയപ്പോൾ 9.29 കോടിയായി. 31 ലക്ഷം വോട്ടർമാർ 5 കൊല്ലം കൊണ്ട് വർദ്ധിച്ചു. എന്നാൽ ഈ മെയ് മാസം 2024 നിന്ന് നവംബർ 2024 പോകുമ്പോൾ അത് 9.7 കോടിയായി വർദ്ധിക്കുകയാണ്. 41 ലക്ഷം പേർ 5 മാസം കൊണ്ട് വർദ്ധിക്കുന്നു. തൊട്ടു മുമ്പ് 5 വർഷം കൊണ്ട് 31 ലക്ഷമേ വർദ്ധിച്ചിട്ടുള്ളൂ. അതൊരു കണക്ക്. രണ്ടാമതൊരു കണക്ക്, 9.957 കോടി 18 വയസ്സായ ആളുകളുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തൊരു സംസ്ഥാനത്താണ് 9.7 കോടി പേര് ഈ പറഞ്ഞ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. മൂന്നാമതായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിറകിലോട്ട് പോയ 85 പാർലമെന്റ് അസംബ്ലി മണ്ഡലങ്ങളിലെ 12,000-ൽ പരം വരുന്ന ബൂത്തിലാണ് ഈ പറഞ്ഞ കൂടിയ വോട്ടിന്റെ 95% പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 7 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സംഖ്യ പറയുന്നു പോളിംഗ് പെർസെന്റേജ് ആയിട്ട്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അത് 8% വർദ്ധിക്കുന്നത്. അത്തരം മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറില്ലേ കേരളത്തിൽ തന്നെയാണെങ്കിലും 5 മണി 6 മണിയുള്ള കണക്കല്ലല്ലോ, അത് കണക്കൂട്ടി വരുമ്പോൾ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അല്ല ദിവിഷ്മണി, ആയിക്കോട്ടെ ദിവിഷ്മണി, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുണയുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ ധീരമായിട്ട് അവർ മുന്നോട്ട് വരണം. അവരോട് കോടതി CCTV ഫൂട്ടേജും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ 961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട നിയമത്തിന്റെ 93(2)A കേന്ദ്ര സർക്കാർ എന്തിന് ഭേദഗതി ചെയ്തു? ഈ പറഞ്ഞ പുതിയ വോട്ടർമാരുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക, പോൾ ചെയ്ത വോട്ടർമാരുടെ വോട്ടർ പട്ടിക ഹാജരാക്കാൻ പറയുമ്പോൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നൽകാതിരിക്കുന്നു? ഒരു കാര്യം കൂടി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതിയായിരുന്നു. അതിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റി ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താൻ എന്തിന് ഇവർ അമെന്റ്മെന്റ് കൊണ്ടുവന്നു? BJPയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറഞ്ഞ യുവമോർച്ച, ABVP, മഹിളാ മോർച്ച എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു പോഷക സംഘടനയാക്കിയിട്ട് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മഹത്തായ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടുന്നതിന്റെ പച്ചയായ ലളിതമായ വലിയ തുറന്നുകാട്ടലുകളാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സരളമായി മനസ്സിലാകുന്ന വലിയ തട്ടിപ്പുകളാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ ഈ നിയമ നടപടികൾ, കോടതി നടപടികൾ നേരിടുന്ന വേളയിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് 961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട നിയമം ഭേദഗതി ചെയ്തു എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവരുടെ കറുത്ത കൈകൾ വ്യക്തമാകും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മംഗല്യസൂത്രം പൊട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇൻഫിൽട്രേറ്റ്സിന്, അതുപോലെ കൂടുതൽ മക്കളുള്ള ആളുകൾക്ക് എല്ലാ സമ്പത്തും വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അമിത്ഷാ പറയുന്നു റമദാൻ മാസത്തിൽ മാത്രമാണ് ഇവിടെ വൈദ്യുതി ഉള്ളത് എന്ന് UPയിൽ ചെന്ന് പറയുന്നു. രാമന്റെ അനുകൂലിക്കുന്ന രാമന്റെ വിരോധികളുടെയും യുദ്ധമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ